നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫൈഹാസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ ട്യൂണ ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ടിന്നിലൊക്കെ കിട്ടുന്ന ട്യൂണ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. സാധാരണ ട്യൂണയുടെ ഫിഷ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ടേസ്റ്റി ട്യൂണ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ട്യൂണ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അരി വേവിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കിലോ റൈസ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 4 പേർക്കുള്ള കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണിത്. അപ്പോൾ ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോഴേ അരി നല്ല കറക്റ്റായിട്ടും അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ഇപ്പോൾ ഏകദേശം തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 ചെറിയ പീസ് പട്ട, പിന്നെ അതുപോലെ തന്നെ ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ അതുപോലെ തന്നെ ഒരു ബേ ലീഫ്, കുറച്ച് ഷാജീരകം, കുറച്ച് പെരുംജീരകം, ഒരു നുള്ള് ഷാജീരകവും ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകവും അത് നമുക്ക് ഈ വെള്ളത്തിലോട്ടിടാം. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഷാജീരകം ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ ബിരിയാണിക്ക് ഉണ്ടാവും ഈ അരി വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി എടുക്കുക. ഞാൻ ഒരു 1/2 കിലോ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊന്നുമില്ല, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ടിടാം. പിന്നെ ഇത് നേരത്തെ നമ്മൾ മുൻപ് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അറബിക് ബിരിയാണി ഉണ്ടാക്കണേ. അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം അരി വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരു 90% വെന്താൽ മതി. പിന്നെ നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ ബാക്കി കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്നുകൊണ്ട് മുന്തി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഉപ്പ് പാകത്തിന് ചേർക്കുക. അപ്പോൾ വെന്ത് വരുമ്പോൾ നന്നായിട്ട് കറക്റ്റ് പരുവാവും, കറക്റ്റായിട്ട് ഉപ്പുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 2 ടിന്ന് ട്യൂണയാണ് എടുക്കുന്നത്. ഇതുപോലത്തെ 2 ടിന്ന് ട്യൂണയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഫിഷിൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്യൂണയുടെ ടിന്നിലുള്ള ഈ വെള്ളം ഞാൻ 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ബിരിയാണി റൈസ് വെക്കണതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിക്കൊക്കെ ഒരു ടേബിൾ സ്പൂൺ മുതൽ 1.5 വരെ നമുക്ക് ചേർക്കാം. ഇത് നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ അരി വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ആദ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് വേവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വെന്ത് പോവരുത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ എന്നാൽ അധികം അങ്ങനെ കടിക്കാനും പാടില്ല കഴിക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഊറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3-4 ബദാമും കാഷ്യൂനട്ടും ഇടുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ സവാള കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാള നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, എണ്ണ ഒന്നും കുടിക്കാതെ നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ
ഫ്രൈ ആയി കിട്ടും. അതല്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ക്രിസ്പി ആയി കിട്ടില്ല. ചില ഭാഗത്ത് നന്നായിട്ട് ബ്ലാക്ക് കളർ വരും, ചില ഭാഗത്ത് കളറില്ലാതാവും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അധികം ആവരുത്, പിന്നെ അതൊരു കയ്പ്പ് വരും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കോരി മാറ്റാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രൈ ചെയ്ത അതേ സെയിം ഓയിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ആണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചതച്ചെടുക്കാനും നല്ല എളുപ്പത്തിൽ ചതച്ചെടുക്കാം. ചോറ് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ചോറ് നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 വരെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഇതിക്കിടാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വന്ന് നല്ലൊരു ബ്രൗൺ കളറാവണം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. പിന്നെ ഈ ട്യൂണ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ട്യൂണ നമുക്ക് ടിന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂണൻ്റെ ഫിഷ് വെച്ചിട്ട് ഇത് ചെയ്യാം. അതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ചൂരമീനാണ് ഈ ട്യൂണ എന്ന് പറഞ്ഞിട്ടുള്ള മീൻ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മീൻ തന്നെയാണ്. ഈ ട്യൂണയുടെ ഈ ടിന്നും നമുക്ക് നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി അത് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിഷ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അതിൻ്റെ ഈ മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരിക്ക് തന്നെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഈ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ടാവും റൈസിലൊക്കെ. ഇതിലേക്കൊരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ കീറി കൊടുത്തിട്ടുള്ളൂ. ഒരു 4 പച്ചമുളക് ചേർക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചതച്ചിട്ട് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ തക്കാളിയാണ്. തക്കാളി അധികം ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഒരു ചെറുത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ തക്കാളിയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് സവാള ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു ഉണക്കനാരങ്ങ ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കയ്പ്പ് വരും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോഴാണ് ഈ നാരങ്ങയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരിക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴും തക്കാളി നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ അതിനനുസരിച്ച് എണ്ണ അളവും കുറക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത് ക്യുമിൻ സീഡ്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് നട്ട്മഗ് നമ്മുടെ ജാതിക്ക പൊടിച്ചെടുത്തതുമാണിത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് കുരുമുളകും ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർക്കാം. എല്ലാം ഞാൻ ഒരു 1/2 ടീസ്പൂണും ഇതാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ടുള്ള മസാല ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒരു കുത്തൊന്ന് പോകാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്ക് പീസ്
ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. നമ്മുടെ വെള്ളക്കടല വേവിച്ചെടുത്തതാണിത്. ഒരു 1/4 കപ്പോളം ഉണ്ടാവും ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ ചേർത്തതാണ്. ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ഇത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കാം. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത കടലയാണ്, ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ്. ഇനി ഉപ്പൊക്കെ കറക്റ്റിന് ഉണ്ടാകുന്ന നോക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പ് ചേർക്കുക. നമ്മൾ നേരത്തെ സവാള ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി നോക്കിയിട്ട് ചേർക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളെ ട്യൂണ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതിൽ ബാക്കി ആ ടിന്നിൽ കുറച്ചുകൂടെ ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കണുള്ളൂ. ഇതുപോലെ ഇരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇത് അധികം കൊണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓൾറെഡി കുക്കായി വരുന്നതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മസാല ഒന്ന് പിടിച്ചാൽ മതി. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊരു 2 ടിന്ന് ട്യൂണ ഉണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടിന്നഡ് ആയിട്ടുള്ള ട്യൂണ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല, അത് നന്നായിട്ടായിട്ട് പൊടിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ട്യൂൺ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ബാക്കി. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, ട്യൂണൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം ഒരു ലെയർ കുറച്ച് മസാല നിരത്തി വെക്കുക. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന അതേപോലെ തന്നെ കുറച്ച് മസാല നിരത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ്. ഞാനൊരു 2 ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറായിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ചെയ്തെടുക്കാം. 2 ലെയറായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാല ഒക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഇനി കുറച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയും ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ കണ്ടത് ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അങ്ങനെ അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ഇടാം. ഒരു 2-3 ഡ്രോപ്പ് ഞാനിതിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ പിന്നെ ഒരു കളറൊക്കെ ഫോട്ടോക്കൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ബാക്കി മസാല കൂടി ഇടാം. ഇനി അത് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഞാനിതിപ്പോൾ ഇങ്ങനെ ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ബാക്കി ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ചേർക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിന് നിങ്ങളടുത്ത് അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 10 മിനിറ്റ് ദം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിയൊന്നും അങ്ങനെ പൊട്ടിപ്പോവാതൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ആ ട്യൂണയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ഈ ബിരിയാണിക്ക് വരുന്നുണ്ട്. നമ്മൾ ആ റൈസ് വേവിക്കുമ്പോൾ ഒക്കെ ആ ട്യൂണയുടെ ഇതിലുള്ള ആ ഓയിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ റൈസിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിവിടെ കുക്കുംബറിൻ്റെ റൈത്തൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈത്തൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. സലാഡിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.